ആ എന്നിട്ട് പ്രോഗ്രാം റിഹേഴ്സൽ അടിപൊളിയല്ലായിരുന്നു, എല്ലാവർക്കും അപ്പം ഇഷ്ടപ്പെട്ടായിരുന്നു. വീട്ടില് ഒരു സൗകര്യം ഒരുക്കി തന്നുകൊണ്ട് നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റിയല്ലോ അല്ലേ ശരിക്കും നന്നായിട്ട്. പറഞ്ഞാലേ ഞാനത് പറയാനിരിക്കുവായിരുന്നു, വീട്ടിൽ അങ്ങനെ ഒരു സൗകര്യം ഉള്ളത് കൊണ്ട് നന്നായിട്ട് പ്രോഗ്രാം നടന്നത്, റിഹേഴ്സൽ പിന്നെ ചെയ്യാനും പറ്റി. വീട്ടില് പിന്നെ അങ്ങനെ ആരും ചോദിക്കാനൊന്നുമില്ലല്ലോ. ആ മാം മാത്രല്ലേ ഉള്ളൂ, ഉം. എല്ലാ മെയ്ഡും അല്ലേ അതുകൊണ്ടാ ഉള്ളൂ. പിന്നെ വന്നോളാൻ പറഞ്ഞത് എല്ലാരോടും. ഞാൻ അന്ന് പറഞ്ഞില്ല ഫിലിപ്പച്ചാരോടൊന്ന് ചോദിക്കുകയും പുള്ളി എങ്ങനെ ഇല്ല, സമ്മതിക്കുമോ. അത് കുഴപ്പമൊന്നുമില്ല, പുള്ളിക്കാരൻ അങ്ങനെ പ്രശ്നമൊന്നുമില്ല. പുള്ളി ഓക്കെ പറഞ്ഞായിരുന്നോ? ആ, ഓക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അല്ല, ഞങ്ങൾക്ക് ആദ്യം ഒരു ചമ്മൽ ഉണ്ടായിരുന്നേ, പുള്ളി ഇനി സമ്മതിക്കുമോ, ഇല്ല ഇല്ല, എങ്ങനെയായിരിക്കും, അതാ അതൊന്നും ഞങ്ങളന്ന് പറഞ്ഞു. പ്രശ്നമില്ല. അല്ല അന്ന് പിന്നെ റോഷൻ അന്ന് ബാത്റൂമിൽ പോയില്ലേ ആ അന്ന് മ്യൂസിക്കില്. അന്ന് അത് എന്റെ ശരിക്കും പറഞ്ഞ ബെഡ്റൂമിലെ ബാത്റൂം ആയിരുന്നു. അപ്പൊ ഞാനിങ്ങനെ ഡോറ് ലോക്ക് ചെയ്യാതെയാണോ. ശരിക്കും പറഞ്ഞാലേ എനിക്കൊരു ചമ്മലുണ്ടായിരുന്നു. ഞാൻ പെട്ടെന്ന് ഓർത്തില്ല, നമ്മള് അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് പെട്ടെന്ന് ഇങ്ങനെ തോന്നിയപ്പോഴത്തേക്ക് ജസ്റ്റ് അല്ല അത് നിങ്ങളുടെ കുഴപ്പമില്ല. റൂമാണ് ഞാൻ യൂസ് ചെയ്തതിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം. ഞാൻ ജസ്റ്റ് ഇങ്ങനെ ബെഡ്റൂമിൽ എന്തോ എടുക്കാൻ വന്നപ്പോഴത്തേക്കും ഡോറ്. മാം അപ്പൊ പറഞ്ഞായിരുന്നോ അത്? ഞാൻ കണ്ടായിരുന്നു. പക്ഷെ അത് പറയാൻ വേണ്ടിട്ട് എനിക്കൊരു ചാൻസ് കിട്ടിയില്ല, അതുകൊണ്ടാ. ആഹാ. പിന്നെ അയ്യോ, ഞാൻ ഞാനിപ്പോ അത് അറിഞ്ഞില്ല കേട്ടോ, മാം കണ്ടായിരുന്നു. ഓർത്തപ്പോഴത്തേക്കും ഉം. ഫിലിപ്പിച്ചായനെ കാണുന്നുണ്ടല്ലോ. ഓ, ശരിക്കും. അപ്പൊ അത് പറയാൻ ഞാനിങ്ങനെ വിളിക്കണം എന്ന് വിചാരിച്ചിട്ട് പിന്നെ ആ, ഓരോ എന്നാ കാര്യമായിട്ട് പിന്നെ ബിസി ആയിരുന്നു. അത് ഞാൻ പക്ഷെ കണ്ടില്ലല്ലോ അങ്ങോട്ട് വന്നായിട്ട്. പക്ഷെ അത് കണ്ടപ്പോഴത്തേക്ക് ഞാനാകെ വണ്ടടിച്ച് ഞാനാണ് ഡോറും ഇങ്ങനെ. ലോക്ക് ചെയ്തില്ല. ഞാൻ വിചാരിച്ചു പെട്ടെന്ന് ധൃതിയല്ലേ, നമുക്കിത് പെട്ടെന്ന് പിന്നെ റിഹേഴ്സൽ എനിക്ക് തീർക്കുകയും ചെയ്യണം. ഭയങ്കരമായിട്ട് കണ്ടിട്ട് പിന്നെ ഞാനന്ന് ഉം. രാത്രി ഉറങ്ങിയിട്ടേ ഇല്ല. ഭയങ്കര എന്താ ഓ, പറയാ, എനിക്ക് പറഞ്ഞിട്ട് എനിക്ക് പിന്നെയും കാണണം എന്നുള്ളൊരു ഇത് വരുന്നുണ്ടായിരുന്നു. ശരിക്കും കണ്ടായിരുന്നോ അപ്പൊ? ഉം. ഫിലിപ്പച്ചേനെക്കാളുണ്ടല്ലേ. പകുതിയല്ലേ ഡോർ അടച്ചിരുന്നുള്ളൂ, അപ്പൊ ആ, ശരിക്കും അത് കാണാൻ പറ്റും. പകുതി അടയ്ക്കുന്നതിന്റെ മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വിചാരിച്ചത് പെട്ടെന്ന് ചെയ്തിട്ടേ ബാക്കി ഉം. ചെയ്യണ്ടേ, റിഹേഴ്സൽ ചെയ്യണ്ടേ, അപ്പൊ സമയം കളയണ്ടല്ലോ എന്ന് ഓർത്തിട്ട്. അല്ല, പിന്നെ അങ്ങോട്ട് ഞാൻ ആരും വരുമോ നമ്മൾ അറിയുന്നില്ലല്ലോ പ്രതീക്ഷിക്കുന്നില്ലല്ലോ. അവിടെയാ പോന്നേന്നുള്ളത്. ഞാൻ കരുതി അപ്പുറത്തെ കോമൺ ബാത്റൂമിലായിരുന്നു. പക്ഷെ അറിയുന്നില്ലല്ലോ ഞാൻ എന്താ എടുക്കാൻ വന്നേ. അന്ന് എന്തോ എടുക്കാൻ വന്നപ്പോഴത്തേക്കും അങ്ങനെ കണ്ടതാ. പിന്നെ ഞാൻ പെട്ടെന്ന് അവിടുന്ന് കണ്ടപ്പോഴത്തേക്ക് പെട്ടെന്ന് ആ റൂമിൽ നിന്ന് ഇറങ്ങി. അപ്പൊ ഞാൻ ഇറങ്ങിയത്, ഞാൻ കേറിയത് കണ്ടില്ലല്ലോ റോഷൻ. ഞാൻ കണ്ടില്ല, നമ്മള് ഞാൻ ഷോർട്സ് അല്ലേ പിന്നെ ഇട്ടിരുന്നത്. റോഷനൊരു ഇതാവണ്ട വിചാരിച്ചിട്ടാണ് ഞാൻ പിന്നെ അങ്ങ് ഇറങ്ങി. പക്ഷെ ഞാൻ വന്നത് ഞാനൊരു ചെറിയ രീതി കണ്ട് ഞാൻ അറിഞ്ഞു പോലും വിളിച്ചത് കേട്ടോ. എന്താണെന്നറിയോ, ഉം. വീട്ടിലേക്ക് ഒരു ദിവസം വരാവോ. വീട്ടിലേക്ക് അല്ല, വേറെ ആരെയും കൂട്ടുണ്ടോ. റോഷൻ തനിയെ വന്നാ മതി. അതിനെന്താ പിന്നെ വരാറില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ ചെറിയൊരു ആഗ്രഹം അന്നേ ഉണ്ടായിരുന്നു. അത് കണ്ടപ്പോഴത്തേക്കും ഇഷ്ടമായി. എനിക്ക് ആകെ ഇതായി. കുറെ ആയി കാണുമല്ലോ കിട്ടിയിട്ടൊക്കെ, അല്ലേ? ഉം. കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നേ? ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അതൊക്കെ തനിയെ. തനിയെ. അപ്പോ എനിക്ക് തോന്നുന്നു കി- അങ്ങനെ കണ്ടപ്പോഴത്തേക്ക് എന്താ ഉറക്കം വന്നില്ലയോ? ഞാനത് അങ്ങനെ അറിയുന്നില്ല. പെട്ടെന്ന് അങ്ങനെ കണ്ടപ്പോഴത്തേക്കും എനിക്കും ആകെ ഇതായി. ഞാൻ ശരിക്കും പിന്നെ അങ്ങനെ അത് പിടിച്ച് വേണം, പിടിച്ച് പിന്നെ വീണ്ടും കാണണം, കിട്ടിയാൽ കൊള്ളാന്നൊക്കെ ഇങ്ങനെ ഒരു ഇത് തോന്നല്. അതുകൊണ്ട് ഞാൻ പിന്നെ നീ എങ്ങനെ അത് നിനക്ക് താല്പര്യം ഉണ്ടാവോന്ന് അറിയാൻ വേണ്ടിട്ട് വിളിച്ചതാ. എനിക്ക് സത്യം പറഞ്ഞ അന്ന് ഒരു ചെറിയ താല്പര്യം ഉണ്ടായിരുന്നു അന്ന് വന്നപ്പോ. ഉം. സാരിയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഞാൻ കണ്ടപ്പോഴത്തേക്ക്. ശ്രദ്ധിക്കാറുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ചു പിന്നെ ആ ഒരു മൈൻഡിൽ എടുക്കാറില്ല. പിന്നെ അങ്ങനെ ഇപ്പൊ ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ വന്നല്ലോ. പക്ഷെ ഇത് ഞാൻ ഉം. അറിഞ്ഞിട്ടില്ല കേട്ടോ, ഞാൻ അങ്ങോട്ട് പോയത് കണ്ടെന്നൊന്നും ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല, ഇങ്ങനെ ഒരു സംഭവം ഇൻസിഡന്റ്. അത് നന്നായല്ലോ. ഉം. അപ്പൊ അന്നത്തെ രാത്രി ഉം. ഒന്ന് ഉറങ്ങിയില്ലേ? ഇല്ല, ശരിക്കും പറഞ്ഞ ബാത്റൂം അങ്ങനെ കേറിയപ്പോഴത്തേക്ക് കുറച്ചും കൂടെ അത് ഇതായായിരുന്നു. എനിക്ക് പിന്നെ അല്ല അന്ന് പിന്നെ ആ ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങാൻ തോന്നിയില്ല. പിന്നെ നീ എന്നെ കാണുമ്പം ചമ്മലാവും വിചാരിച്ചിട്ട് ഞാൻ പിന്നെ പെട്ടെന്ന് ഇറങ്ങി. അല്ല, നേരിട്ട് കണ്ടാൽ ചിലപ്പോ അന്നേരം എന്താ സംഭവിക്കുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. പിന്നെ എല്ലാരും ഉണ്ടല്ലോ.
ഉം. അതുകൊണ്ട് അല്ല, പ്രത്യേകിച്ച് ഇവിടെ വീട്ടിലാരും ഇല്ല. അതോ ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പൊ റോഷൻ എപ്പോഴാ വരാൻ പറ്റുമെന്ന് വെച്ചാ നമുക്ക് എനിക്ക് ഞാൻ ഭയങ്കരമായിട്ട് അങ്ങ് തുറന്നു പറയാം, എനിക്ക് വേണം. കണ്ടിട്ടങ്ങ് കണ്ടിട്ടങ്ങ് ഭയങ്കര കൊതിയായി തോന്നുന്നു. ഉം. ഇല്ല, നമ്മൾ തമ്മിൽ ആ ഒരു ഡിസ്റ്റൻസിന്റെ ആവശ്യമില്ല ഇനി. പിന്നെ നമുക്ക് എനിക്ക് വേണമായിരുന്നു, ഞാൻ തുറന്നു പറയാം. ആരും അറിയല്ലേ മാഡം? ഇല്ല ഇല്ല. ആരോടും പറയത്തില്ല മാം, പിന്നെ ആരോടും പറയത്തില്ല, അതെനിക്കറിയാം. ഉം. ഞാനും പറയത്തില്ല, കുഴപ്പമില്ല. നമുക്ക് എന്തായാലും ഫിലിപ്പച്ചാൻ ഇവിടെ നാട്ടിലില്ലല്ലോ, ഉം. അപ്പൊ പിന്നെ കുഴപ്പമില്ല. അതിനേക്കാളും ആം, ഉണ്ടല്ലേ. അത് അത് പറഞ്ഞല്ലോ ഞാൻ. ഉം. അത്രയും കണ്ടപ്പോഴത്തേക്കേ അന്ന് പക്ഷെ അവിടെ വല്ലാതായി. കേറിയപ്പോഴത്തേക്ക് ഒന്നുകൂടെ അങ്ങ് ഇതായായിരുന്നു. ഞാൻ ഉം. ശരിക്കും പറഞ്ഞ അതങ്ങനെ ആക്കിയത്, അത്രയും കൈ പിടിച്ചാക്കിയത് അത്. ഉം. എന്നുവേ അങ്ങനെ കയ്യിലിങ്ങനെ പിടിക്കാറുണ്ട്, അപ്പൊ പിടിച്ച് ഇങ്ങനെ ആഹാ. ആയത്. ഉം. അങ്ങനെ വലുതാവും. പിന്നെ നല്ലതായിട്ട് കൈ പിടിച്ചാൽ മതി. ഇനിയിപ്പം മാം നല്ലതായിട്ട് വലുതാക്കുമല്ലോ, കുഴപ്പമില്ലല്ലോ. ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഉം. എനിക്ക് അങ്ങനെ ഒരാളെ ഇതിപ്പോ കിട്ടാൻ വേണ്ടിയിട്ട്. ആരും അറിയത്തില്ല, ഒരു കുഴപ്പമില്ല. പുള്ളി വരുന്നിടം വരെ വന്നിട്ട് പോയിട്ടാണെങ്കിലും നമുക്ക്. എനിക്ക് തോന്നുന്നു നീ നന്നായിട്ട് ഉം. പെരുമാറുന്ന കൂട്ടത്തിലാണെന്ന് തോന്നുന്നല്ലേ. പിന്നെ ഒന്ന് കൈ കിട്ടട്ടെ, എനിക്ക് പണ്ടേ ഒരു കൊതിയുണ്ട്. ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെ നോക്കാറുണ്ടല്ലോ, ഉം. ഞാൻ കാണുന്നില്ലെന്നേ ഉള്ളൂ, ഞാൻ നോക്കാറുണ്ട്. അത് സത്യം പറഞ്ഞാൽ അത് വിചാരിച്ച എന്റെ ഹൃദയത്തിൽ ഞാൻ വന്നത് തന്നെ, ഒന്ന് കാണാനോ ഉം. ഓർത്തിട്ട് വന്നതാണ്. പക്ഷെ ഇങ്ങനെ ഒരു സംഭവം നടക്കുമെന്ന് ഞാൻ എന്റെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചു. മറ്റെന്തോ ഒരു ചൊല്ല് പറയുന്നുണ്ട്, വൈദ്യൻ ഇച്ഛിച്ചതും പാല് രോഗി കൽപ്പിച്ചതും, വൈദ്യൻ കൽപ്പിച്ചതും പാല് രോഗി ഇച്ഛിച്ചതും പാലെന്ന് ഒരു ചൊല്ലുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട്. ഉം. അതുണ്ടായി. ഉം. എന്നാ വരണ്ടേ? എപ്പോഴാണെങ്കിലും വരാം. പിന്നെ ലീവുള്ള ദിവസം സൺഡേ ഓക്കെ അല്ലല്ലേ? സൺഡേ ഓക്കെയാണ്, പക്ഷെ പിന്നെ മെയ്ഡ് നൈറ്റ് ഒന്നും വരാൻ പറ്റത്തില്ലല്ലോ. നൈറ്റ് വരാം, അതിന് നൈറ്റ് കുഴപ്പമൊന്നുമില്ല. ഇറങ്ങാൻ പറ്റുമോ വീട്ടിൽ നിന്ന്? നൈറ്റ് ആകുമ്പോ മെയ്ഡ് നൈറ്റ് ആകുമ്പോൾ കാണത്തില്ലല്ലോ. കുറച്ചുകൂടെ. ഇല്ല ഇല്ല. അപ്പൊ പിന്നെ നൈറ്റ് ഇറങ്ങാം, ഒരു കുഴപ്പമില്ല. അപ്പൊ നൈറ്റ് ആകുമ്പോൾ കുറച്ചുകൂടെ നല്ല. അതെന്താ കണ്ടപ്പോഴത്തേക്ക് അത്രയ്ക്ക് അങ്ങ് കൊതിയായോ? ഓ, ശരിക്കും എനിക്കൊന്ന് കിട്ടാതിരിക്കുന്നോണ്ടായിരിക്കും അത്. നല്ല ഇങ്ങനെ നല്ല മുഴുപ്പുണ്ട്. കൊഴുത്തിരിക്കുമല്ലേ. വേറെ കേറിയപ്പോഴും നല്ലതായിട്ട് കൊഴുത്തായിരുന്നു. എനിക്കൊന്ന് ഇനി അത് കണ്ടിട്ടായിരിക്കും. അല്ല, നോർമൽ സൈസ് അങ്ങനെ ആയിരിക്കും. അപ്പോൾ അതെങ്ങനെയാണ് ആ സമയത്ത് നല്ല അത് സൈസ് നോർമൽ, ആയിരിക്കും. പക്ഷെ അന്നേരം ചെറുതായിട്ടൊന്ന് ഇതായായിരുന്നു. ഞാൻ പിടിച്ചോണ്ടല്ലേ, അപ്പൊ പിടിക്കുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ചെറുതായിട്ട് ഇതാവും. പക്ഷെ അതിന്റെ നല്ല ഡീപ്പിലെത്തുമ്പോഴത്തേക്ക് ഭയങ്കര ഇതായിരിക്കും കാണാൻ വേണ്ടി. ആ പീക്കിലെത്തുമ്പോ അത് ഉം. കാണാമല്ലോ, ഇനിയിപ്പം കാണാമല്ലോ, സൺഡേ അപ്പൊ കാണാം. ശരിക്കും തട്ടുമല്ലോ ഉള്ളില്. പിന്നെ ആ തട്ടി മറിയോ, അത് ഉറപ്പല്ലേ? സൺഡേ അറിയാലോ അത്. എനിക്ക് ഏതാ കൂടുതൽ ഇഷ്ടം, എങ്ങനെ ചെയ്യാൻ? അതെനിക്കറിയത്തില്ല, നമുക്ക് നോക്കാം. ഞാൻ ഈ കണ്ട് അങ്ങനെ പരിചയം. കയ്യിലെടുത്തിട്ടല്ലേ എനിക്ക് ഉം. വേറെ ചെയ്തിട്ടുണ്ടോ? ഇല്ല കയ്യിലെടുത്തിട്ട്. അപ്പൊ ആദ്യമായിട്ടാണോ? പിന്നല്ലാതെ നമ്മൾ പിന്നെ മറ്റേത് അത് കണ്ട് കണ്ട് പരിചയമുണ്ട്. അത് കണ്ട് ഉം. കണ്ട് 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 നല്ല പരിചയം, അത്രേ ഉള്ളൂ. അപ്പൊ ഫാസ്റ്റ് എങ്ങനെയൊക്കെ ചെയ്യുന്നത് ചെയ്യണ്ടേ അല്ല ഞാൻ പറഞ്ഞുതരാം. അത് പഠിപ്പിച്ചു തന്നാൽ മതി. ഒരു തവണ ഇങ്ങനെ ഒരു പെരുമാറി എക്സ്പീരിയൻസ് കഴിഞ്ഞാല് ഉണ്ടല്ലോ. പിന്നെ എനിക്ക് അപ്പൊ ഇടയ്ക്കിടയ്ക്ക് വരാലോ അല്ല നിനക്ക്. അതിനെന്താ, ഇടയ്ക്ക് ഡെയിലി എപ്പോ എനിക്കങ്ങനെ വേണേലും ഒരാളെ വരാം. സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ആരെ നോക്കും.